നിങ്ങളൊരു വലിയ മനുഷ്യനാണ്. നിങ്ങളൊരു വലിയ മനുഷ്യനാണ്. ഞാനൊരു സാധാരണക്കാരനാണ്. ഞാനും ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് എൻ്റെ. അതായിരുന്നു എൻ്റെ ലോകം. അതിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി കടന്നു വരും. എൻ്റെ കുടുംബം കൊളാക്കാൻ പോകുന്ന കൊളാക്കാൻ ആര് കൊളാക്കി? ഇപ്പൊ ഞാൻ തന്നെയാണല്ലോ കൊളാക്കി. നമസ്കാരം, ക്ഷണിക്ക പ്രഭാര സാറല്ലേ? അതെ സാറേ, ഞങ്ങള് പൊൻപുലരി ചാലിന്ന് വരും. പൊൻപുലരി ഈ സന്ധ്യയ്ക്ക എന്താണ് സംഭവം? എന്താണ്? ഹൈമ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ. ഓ, ഹൈമ കമ്മീഷൻ. എന്താണ് ഹൈമ കമ്മീഷൻ? ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ ആണ്. ഞങ്ങളുടെ ചാനലിൽ ചെറിയൊരു ഇന്റർവ്യൂ ആണ്. പണ്ട് ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതിനെ കുറിച്ച് എന്തെങ്കിലും സാറിന് പറയാൻ പറ്റും? ഹൈമ കമ്മീഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ, ഞാൻ ഈ പരിപാടി നിർത്താൻ കാര്യം ഇതുപോലത്തെ വൃത്തികെട്ട പണി കാണിച്ചിട്ടാണ് സിനിമാ മേഖല. സാറേ, സത്യത്തിൽ പറയാ എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? ഞാനൊരു 10,500 പടത്തിൽ അഭിനയിച്ചു കാണും. കാര്യം ജനം കാണുന്നതാണ്, ലൈവാണ്. 500 എന്ന് പറയുമ്പോ ഒരു 500 പടത്തിൽ അഭിനയിച്ചു കാണും. അല്ല, ഇത് ലൈവ് പോണതാണ്, ആൾക്കാർ കാണുന്നതാണ്. അതുകൊണ്ടാ പറയാ, കറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ. എന്നാ ഒരു കാര്യം പറയാം, ഒരു സിനിമയിൽ അഭിനയിച്ചു, അതാണ് ബ്ലറായി. ചേട്ടൻ ഒരു സിനിമയിൽ അഭിനയിച്ചെന്നല്ലേ പറഞ്ഞു? നമ്മുടെ ഈ ഹൈമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നല്ല, അതുപോലെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? അതുപോലത്തെ അനുഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളൂ. പറയുമ്പോൾ വലിയ സിനിമ ഇൻഡസ്ട്രിയാണ്, കുടിക്കാൻ പച്ചവെള്ളം പോലും തരാത്ത അവസ്ഥയാണ് നമുക്കുണ്ടായിട്ടുള്ളത്. എന്റെ പൊന്ന്, ഇതൊന്നും ചോദിച്ചില്ല. എന്റെ പൊന്ന് ചേട്ടാ, രാവിലെ കാപ്പി കുടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ താരങ്ങൾക്ക് കൊടുക്കുന്നത് മസാല ദോശയും ചപ്പാത്തിയും പൊറോട്ട ഇറച്ചിയൊക്കെയാണ്. നമുക്ക് ഉപ്പുമാവും പപ്പടവും. ഉച്ചയ്ക്ക് ഉണ്ണാറായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവർക്ക് വേറൊരു ടേബിൾ, നമുക്ക് വേറൊരു ടേബിളാണ്. അവർക്ക് നല്ല ഒന്നാം തരം സ്റ്റീൽ പ്ലേറ്റിൽ മീൻ വറുത്തത്, മീൻ ഉലത്തിയത്, ഇറച്ചി, മറ്റത് മറിച്ചത് എല്ലാം ഉണ്ട്. നമുക്ക് പ്ലാസ്റ്റിക് പാത്രത്തിനകത്ത് പഴങ്കഞ്ഞിയും ഉപ്പും ഇട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട്. നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അത്രയുള്ള വിലയേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം പിന്നെ പറയുന്നുണ്ട്, ഈ ഡോറ് ചെന്നിങ്ങനെ മുട്ടുന്ന കേസ് പറയുന്നുണ്ട്. അത് സത്യമുള്ളതാണ് കേസ്? ഈ പാവപ്പെട്ടവന്റെ എന്റെ കഥ വന്ന് മുട്ടിയിട്ടുണ്ട്. ഏഴന്റെ റൂമിൽ വന്ന് മുട്ടേണ്ട കേസ് എന്താ? അതല്ലേ ടിസ്റ്റ്. എന്റെ പൊന്നിയായിട്ട് എന്റെ പേര് പ്രഭാകരൻ എന്നാണ്. എന്നെ കൊണ്ടുവന്ന പ്രൊഡക്ഷൻ കൺട്രോൾ പ്രഭ എന്നാണ് അവിടെ നിന്ന് വിളിച്ചോണ്ടിരുന്നത്. ഇവന്മാരാണ്ട് പെണ്ണുങ്ങളാണെന്നും പറഞ്ഞ് രാത്രി ഞാൻ കിടക്കണം മുറിക്കാൻ തോന്നുന്നു. പ്രഭേ ഇടി പ്രഭേ എന്നും പറഞ്ഞ് ഉമ്മ വിളിച്ചോണ്ടിരിക്കുക. ഞാൻ നേരം വിളിക്കണവരെ മിണ്ടാതെ ഉരിയാതെ കുത്തിയിരിക്കുകയായിരുന്നു. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഓടാൻ പറ്റില്ലാത്ത കഥ കാരണം ഇങ്ങനെ അടച്ചിട്ട് സ്റ്റൂളും വലിച്ചിട്ട് അതിനകത്താണ് കിടന്നു. നേരം വെളുത്തപ്പോഴാണ് അറിയുന്നത് വെയിറ്റർ ചിക്കൻ ബിരിയാണി ആയിട്ട് വന്നിട്ടാണ് പ്രഭേ എന്ന് വിളിച്ചത്. ഇതുപോലെ അബദ്ധം പറ്റാനില്ല. വയറ്റിൽ കാറ്റും കയറി ആകപ്പാടെ നാശകോടാലിയായി. പിന്നെ അന്നിറങ്ങിയതാണ് ആ ഫീൽഡിൽ. പിന്നെ ഇപ്പം അത്യാവശ്യം പണിയെടുത്താണ് ജീവിക്കുന്നത്. നല്ല ഒന്നാം തരം പണി. ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം കൊണ്ടുപോകുന്നത്. പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട.